ഹലോ ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഇനി ഒരു 30 സെക്കൻഡ് കൂടെ. ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആകുന്നത്. അപ്പം ഇന്നലത്തെ ക്ലോസിങ്ങിലേക്കൊരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ, താഴോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പുട്ട് ഓപ്ഷനിലൊരു ട്രേഡ് കിട്ടാവുന്നതാണ്. പക്ഷേ 50,221 അടുത്തൊരു നല്ലൊരു സപ്പോർട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യാനും നോക്കാം ഓപ്പൺ ആയി കഴിഞ്ഞിട്ട്. ഓക്കെ, ചെറിയ വീക്ക്നെസ് കാണുന്നുണ്ട്, സ്ട്രെങ്ത് കാണുന്നുണ്ട്, വീക്ക്നെസ് ഇല്ല. ഓപ്പൺ ആയപ്പം അത് സെൻറ്റിമെൻറ്റ് അനുസരിച്ച് ഒരു ബുള്ളിഷ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അപ്പം എന്തായാലും ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സമയം 9:28 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പുട്ട് സൈഡിലൊരു സ്വിങ് കാണുന്നുണ്ട്. ആ സ്വിങ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡേ ലോയിലേക്ക് നമുക്കൊരു ട്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ ഒരു 520 ആണ് സ്വിങ് ഹൈ. അപ്പോൾ അവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുകയാണ്. ട്രേഡ് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനിയും എക്സിക്യൂട്ട് ആവുന്നിടം വരെ കാത്തിരിക്കാം. സ്വിങ് ഹൈ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഡേ ലോ വരെയെങ്കിലും വരേണ്ടതാണ് പുട്ട് ഓപ്ഷനിൽ. ഓക്കെ, നമ്മൾ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ 520 നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തത്. പക്ഷേ 520 വരെ ഒന്നും എത്തിയിട്ടില്ല. ഒരു 510 512 ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ടായി. നമ്മൾ പ്രതീക്ഷിച്ച പ്രൈസിനല്ല അത് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് 520 ആയാലും ഓപ്ഷൻ ചാർട്ടിൽ 520 റീച്ച് ആയിട്ടില്ല. അതിന് മുമ്പേ ഓർഡർ എക്സിക്യൂട്ടായി. അത് ടെക്നിക്കൽ ഗ്ലിച്ചാണോ ബ്രോക്കറിൻ്റെ എന്തെങ്കിലും ഗ്ലിച്ചാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഒരു നല്ല ലോസ് കാണിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം. ഡേ ലോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറേ പേരുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഹിറ്റാവുന്നതുകൊണ്ട് നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടേണ്ടതാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക് ഡൗൺ ഫെയിലായി പിന്നെ മുകളിലോട്ട് പോയാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് അതിനുള്ള ചാൻസ് കാണുന്നില്ല. ഈ സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് ഗ്രീൻ ക്യാൻഡിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് നേരം ഹോൾഡ് ചെയ്യുന്നതും ഒരു ഡേഞ്ചറസ് പരിപാടിയാണ്. കാരണം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 4-5 ട്രേഡിൻ്റെ പ്രോഫിറ്റ് കൊണ്ടുപോകും. നല്ല രീതിയിലുള്ള ബൈയിങ് ആണ് വരുന്നത് ആ ലെവലിൽ നിന്ന്. ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് ഒരു 525 പ്രൈസിന് വല്ലതും പ്ലേസ് ചെയ്യേണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. സ്കാൽപ്പിംഗ് ട്രേഡ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് വെക്കുന്നതും ശരിയല്ല. എന്തായാലും ഇപ്പോൾ തന്നെ ഒരു 25 പോയിൻറ്റിന് ലോസ് ഉണ്ട്. ഒരു 30 പോയിൻറ്റ്സ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം.
ഓക്കെ, നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം വലിയ ലോസ് ആയിക്കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. നല്ലൊരു പ്രൈസ് കിട്ടിയിരുന്നെങ്കിൽ ഒരു 15,000 ഒതുങ്ങേണ്ട ലോസാണ് ഇപ്പം 30,000 ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് പൊസിഷൻ കാണാൻ കഴിയും. ഓക്കെ, 29,886 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലോസ്. വേറൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇപ്പം സമയം 9:38 ആയിട്ടുണ്ട്. പിന്നെയും ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നതുകൊണ്ട് ഒരു അതേ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ ഞാൻ ഒരു പുട്ട് ഓർഡർ പിന്നെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ മൊമെൻറ്റം കിട്ടുന്നില്ല മാർക്കറ്റിൽ, അതാണ് പ്രശ്നം. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. ഒരു മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മാർക്കറ്റിന് താഴോട്ട് വരാനുള്ള മൂഡില്ല. ഈ ട്രേഡും ലോസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2 ട്രേഡാണ് ആക്ച്വലി, അതുകൊണ്ടാണ് അത്രയും വലിയ ലോസ് കാണിക്കുന്നത്. 53,000, 54,000. എന്തായാലും ഇത്ര ആയില്ലേ, 60,000 വരെ നോക്കാം, അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നോക്കാം. ഓക്കെ, ടൈം ഇപ്പം 10:05 ആയിരിക്കുകയാണ്. പുട്ട് സൈഡിൽ ഒരു ട്രേഡ് സെയിം ലോജിക്ക്, കഴിഞ്ഞ 2 ട്രേഡിലെടുത്ത അതേ ലോജിക്കാണ്. ഡേ ലോയുടെ അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ ലോ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് വേറെ എവിടെയും പോയിട്ടില്ല ഈ സമയത്തിൽ. ബെയറിഷാണ്, നെഗറ്റീവ് ആണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സെയിം ലോജിക്ക് വെച്ച് വേറൊരു ട്രേഡ് എടുത്തത്. ഇത്തവണ എടുത്തത് 50,700 പുട്ടാണ്. ഓക്കെ, ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇപ്പം 12,000, 18,000 ഒക്കെ ലോസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ്, പക്ഷേ ഒരു നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിൽ കിട്ടുന്നില്ല. $362 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 221 ഒരു സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് വരെയെങ്കിലും വരുവാണെങ്കിൽ നമുക്കൊരു നല്ല ട്രേഡ് കിട്ടും. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റിലായി തുടങ്ങി. ഓക്കെ, 50,000 നമ്മൾ ബുക്ക് ചെയ്തു, പക്ഷേ എനിക്കൊന്ന് ബുക്കായത് 45,000 ആണ്. സോ 60,000 ആദ്യത്തെ 2 ട്രേഡ് ലോസ് ആയിരുന്നു, 45,000 പ്രോഫിറ്റ്. അപ്പോൾ 15,000 ലോസിലാണ് ഇന്നത്തെ ദിവസം റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, സമയം ഇപ്പം 12:24 ആയിരിക്കുകയാണ്. അപ്പം പിന്നെയും ഡേ ലോയിലേക്കൊരു ട്രേഡ് കിട്ടുമോ എന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു പുട്ട് ഓപ്ഷനിൽ 50,500 പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 480 ആണ് പ്രൈസ്. അറ്റ്ലീസ്റ്റ് താഴെ കൂടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ട്രെൻഡ് ലൈൻ വരെയെങ്കിലും കിട്ടേണ്ടതാണ്. ബെയറിഷ് ആണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്.
ഓക്കെ, പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. കാരണം ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മാറ്റി പിടിക്കാം. 580 നിന്നൊരു 500 ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ബൈ ഓർഡർ ഒന്ന് മൂവ് ചെയ്യാം. കാരണം ഇതിനു മുമ്പ് സംഭവിച്ച പോലെ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ആയിട്ട് പിന്നെയും ലോസിലേക്ക് വരികയാണെങ്കിൽ പിന്നെ കാര്യമില്ല. നമുക്ക് വേണ്ടത് മൊമെൻറ്റം ക്യാൻഡിലാണ്. അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് പ്രൈസ് മാറ്റിയത്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. ഈ ക്യാൻഡിലാണ് നമ്മൾ രാവിലെ തൊട്ട് പ്രതീക്ഷിച്ചത്, പക്ഷെ കിട്ടുന്നത് ഇപ്പോഴാണ്. 2016 15. ഓക്കെ, നമ്മളിവിടെ ബുക്ക് ചെയ്തു. അറൗണ്ട് ഒരു 20,000 ആണ് കിട്ടിയത്. അപ്പോൾ രാവിലത്തെ 2 ട്രേഡ് 60,000, പിന്നെ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ട്രേഡ് 45,000. ഇവിടെ കാണാം ക്ലോസ് പൊസിഷൻ. ഇപ്പോൾ 20,000 ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറൗണ്ട് 4,900 അല്ലെ 5,000 അടുത്ത് നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്യാം. കാരണം നമ്മൾ ലോസിൽ നിന്നാണ് പ്രോഫിറ്റിലേക്ക് വന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.